തങ്ങൾ രണ്ടാമതൊരു ഹദീസ് പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, വിശ്വാസം ഉണ്ടാകണം. ഈ നോമ്പ് പിടിച്ചാൽ അള്ളാഹുവിന്റെ പ്രതിഫലമുണ്ട്. അതിന്റെ വിശ്വാസം കൃത്യമായി, നോമ്പ് നമ്മുടെ ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ 5 കാര്യങ്ങളിൽ ഒന്നാണ് എന്ന വിശ്വാസം നമുക്കുണ്ടാകണം. 2, അത് പിടിച്ചാൽ അള്ളാഹു പ്രതിഫലം നൽകുമെന്ന ആ ഉറച്ച വിശ്വാസവും വേണം, ആഗ്രഹവും വേണം. അതുകൊണ്ടാണ് അവർ വന്നു നിൽക്കുന്നത്. ഇന്നലെ വന്ന ആളുകൾ ദീർഘമായി നിസ്കരിച്ചു പോയി എന്നതിന്റെ പേരിൽ ഇങ്ങോട്ട് വരാതിരിക്കുന്നില്ല. ആ താടി നരച്ചുപോയ ആളുകൾ, ബഹുമാനപ്പെട്ട സുദൈസ് അബ്ദുറഹ്മാൻ, അദ്ദേഹത്തിന്റെ ദുആയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം ഫലസ്തീനിനു വേണ്ടി ദുആ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മുടെ ഹൃദയം തകർന്നു പോകും. ഇരു ഹറമുകൾ അമ്നായി നിർഭയമായി അള്ളാഹു നൽകുമ്പോൾ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയുടെ ഉള്ളറയിൽ തറാവീഹ് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുമക്കളുടെ നേരെ ജൂതന്റെ പട്ടാളം അവർ നിറയൊഴിച്ച് ആ കുഞ്ഞുങ്ങളൊക്കെ ഷഹീദായി വീഴുന്നത് കണ്ടിട്ട് നമ്മുടെ മനസ്സ് വേദനിച്ചു പോവുകയാണ്. കാരണവാനായ റബ്ബ് അവർക്ക് ശുഹദാക്കളുടെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈ റമളാനിന്റെ ഈ അനുഗ്രഹീതമായ ഈ രാത്രി നമുക്ക് അനുകൂലമായി അള്ളാഹു ഇരിക്കട്ടെ. സഹോദരങ്ങളെ, മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എന്ന ഒരു മഹാപണ്ഡിതൻ, അവർ വാർദ്ധക്യം ചെന്ന സമയത്ത് സിറിയയിലേക്കുള്ള ഒരു യാത്രയിൽ ഒരു പള്ളിയിൽ അദ്ദേഹത്തിന്റെ ചെറിയ കെട്ടും പാണ്ഡവും ഒക്കെയായി ഇശാ നമസ്കാരത്തിന് വേണ്ടി ചെന്നത്. ഇശാ നമസ്കാരം കഴിഞ്ഞ് ആ പാണ്ടക്കെട്ടിൽ നിന്നും ഒരു തുണിയെടുത്ത് പള്ളിയുടെ മൂലയിൽ ഇരിക്കുമ്പോൾ അവിടെ തന്നെ ആ പള്ളിയുടെ ഉത്തരവാദിത്വമുള്ള ആള് വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ കിടക്കാൻ പറ്റൂല. ഇത് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആണെന്നറിയുന്നില്ല, മഹാപണ്ഡിതനാണെന്നറിയുന്നില്ല, അദ്ദേഹം യാത്രയിലാണെന്ന് ഈ മനുഷ്യൻ അറിയുന്നില്ല. ഉടൻ തന്നെ ഇതെല്ലാം ചുരുട്ടിയെടുത്ത് പുറം പള്ളിയിൽ വന്ന് വിരിച്ചപ്പോ അവിടെയും വന്ന് പറഞ്ഞു, പറ്റൂല. അവിടെ നിന്നും ചുരുട്ടിയെടുത്ത് പള്ളിയുടെ പുറത്ത് ആ സ്റ്റെപ്പിൽ വന്ന് ഇതെല്ലാം കൂടെ വെച്ചിട്ടിരിക്കുമ്പോ അയാൾ വന്ന് ദേഷ്യത്തോടെ കാലുകൊണ്ട് ഒറ്റ തട്ട്, അതെല്ലാം തെറിച്ചു പുറത്തേക്ക് പോയി. ഒന്നും പറയാതെ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഓരോന്നും ഇങ്ങനെ പറക്കിയെടുത്ത് തന്റെ സഞ്ചിയിലേക്ക് തിരിച്ചു വെക്കുക. ഇതെല്ലാം ദൂരത്തിൽ നിന്ന് ഒരു ചായക്കട നടത്തുന്ന ആള് കാണുന്നു. അദ്ദേഹത്തിനും അറിയില്ല ഇത് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആണ്. അയാൾ വന്ന് സ്നേഹത്തോടെ പറഞ്ഞു, ബാബാ, ഇന്ന് രാത്രിയിൽ എന്റെ കടയിൽ നിങ്ങൾക്ക് വിശ്രമിക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല, എന്ത് വേണോ ഞാൻ ചെയ്തു തരാം. അങ്ങനെ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആ കടയിൽ പോയി തന്റെ തുണിയെല്ലാം അവിടെ വിരിച്ച് അതിനകത്ത് കിടക്കാൻ വേണ്ടി ഔറാദുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ നാളത്തേക്കുള്ള റൊട്ടികൾ തയ്യാറാക്കുക. ആ സമയത്ത് ഈ മനുഷ്യൻ ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം പറഞ്ഞുകൊണ്ടിരിക്കും. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൊള്ളാം, നിന്റെ ഇബാദത്ത് എനിക്ക് വളരെ ഇഷ്ടമായി, എത്ര നാളായി നീ ഇത് തുടങ്ങിയിട്ടെന്ന് ചോദിച്ചു. ആ കടക്കാരൻ പറയാണ്, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആണെന്ന് അപ്പോഴും ഇയാൾ അറിയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ വളരെ ചെറുപ്പകാലം മുതൽ തന്നെ ഇത് ചൊല്ലി വരാറുണ്ട്. എനിക്ക് എന്ത് ആഗ്രഹം വന്നാലും ഞാൻ അള്ളാഹുവിനോട് ഈ ഇസ്തിഗ്ഫാറിന്റെ വചനങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഇന്നവരെ ഒരാഗ്രഹം ഒഴിച്ച് ബാക്കിയെല്ലാം അള്ളാഹു എനിക്ക് സഫലമാക്കി തന്നിട്ടുണ്ട്. ഈ മനുഷ്യൻ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് നിന്റെ ആഗ്രഹം? അത് മറ്റൊന്നുമല്ല, ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പണ്ഡിതനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് കാണണമെന്ന്, എന്റെ ഈ നഗ്ന നേത്രങ്ങൾ ഒന്ന് കാണണമെന്ന് ഞാൻ വളരെ കാലമായി ആഗ്രഹിച്ച് ഇസ്തിഗ്ഫാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഞാനിത് പറഞ്ഞപ്പോ അപ്പൊ പറഞ്ഞു, മോനെ, നിന്റെ പ്രാർത്ഥന സ്വീകരിച്ചത് കൊണ്ടാണ് ആ പള്ളിയിൽ എന്നെ കിടക്കാൻ അനുവദിക്കാതെ അയാൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് ഞാനാണ് അഹ്മദ് ബിൻ ഹംബൽ എന്ന്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ.
നമ്മുടെ മനസ്സ് നിറഞ്ഞു നിൽക്കണം. ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ഒന്നുകൂടി പറയട്ടെ. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, നമുക്കറിയാം ഉണ്ട് സഹി എന്ന് പറയുന്ന ആ പാട്ടിന്റെയൊക്കെ ഇതിവൃത്തം ആ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം ഒരു പ്രധാനപ്പെട്ട ഒരു ശിഷ്യൻ സ്വപ്നത്തിലായി ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കണ്ടു. അദ്ദേഹം ആ കുഞ്ഞ് ചോദിച്ചു, അല്ല പ്രിയപ്പെട്ട ഗുരു, എന്താണ് നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുതായി നിങ്ങൾ കണ്ടത്? ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട്, ഒരുപാട് നോമ്പ് പിടിച്ചിട്ടുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നാൽ അതിൽ ഏറ്റവും നല്ലതായി നിങ്ങൾ കണ്ടത് എന്താണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയാണ്, ഈ കുഞ്ഞിന് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്ന ഒരേ ഒരു സംഗതി, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ പറഞ്ഞ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയുന്ന വാക്കിലെ അത് അള്ളാഹു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായി, അതിനു വലിയ പ്രതിഫലമായി, എന്റെ പാപങ്ങൾ പൊറുക്കാൻ കാരണമായി, എന്നെ സ്വർഗത്തിൽ കടത്താനുള്ള കാരണമായി അത് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് മോനെ എന്നാണ്. അതുകൊണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ 240 മണിക്കൂർ പറഞ്ഞവരാണ് നമ്മൾ. അതെല്ലാം ഇന്ന് അള്ളാഹു സ്വീകരിക്കുന്നതായി മാറാൻ മഹദി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല നബി തങ്ങളെ ഒരിക്കൽ വലിയ സന്തോഷത്തിൽ കണ്ടു. അപ്പൊ തങ്ങളോട് ചോദിച്ചു, തങ്ങളെ വലിയ സന്തോഷമുണ്ടല്ലോ മുഖത്ത്, എന്താണ് എന്ന് ചോദിച്ചു. പറഞ്ഞു, എനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് എന്റെ ഉമ്മത്തിനെ ഓർത്ത് സന്തോഷമുണ്ട്, എനിക്ക് എന്റെ ജീവിതം ഓർത്ത് സന്തോഷമുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ബീവി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ചോദിച്ചോളാം, എന്ത് വേണം ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ മുത്തു നബിയോട് പറയാണ്, നബിയെ, അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് വേണ്ടി ഒന്ന് പാപമോചനത്തിന് തേടുമോ എന്ന് ചോദിച്ചു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ, ആയിഷക്ക് അല്ലാഹു നീ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും സന്തോഷമായി. എന്തിനാണ് സന്തോഷിക്കുന്നതെന്ന് അള്ളാഹിന്റെ റസൂൽ തിരിച്ചു ചോദിച്ചു. പറഞ്ഞു, എനിക്ക് വേണ്ടി പാപമോചനം തേടിയത് മുത്തു ഹബീബല്ലേ, പിന്നെ ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതെ, ഞാൻ എല്ലാ ദിവസവും എന്റെ ഉമ്മത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ട്, പാപമോചനം തേടാറുണ്ട്. ഇന്നിതാ ആ പ്രിയപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ നമുക്കെല്ലാവർക്കും വേണ്ടി ആ ബഹുമാനപ്പെട്ട തങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോ, പാപമോചനം തേടുമ്പോ നമുക്ക് ആത്മാർത്ഥമായി ആമീൻ പറയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പടച്ച തമ്പുരാൻ ഈ മജ്ലിസിനെ കബൂലാക്കട്ടെ. ഇതിന്റെ മിസ്ലി സവാബ് നമ്മോട് വിട പറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുക്കൾ, മിത്രാദികൾ, വന്യ ഗുരുനാഥന്മാർ അവർക്കെല്ലാവർക്കും അള്ളാഹു നൽകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിന്റെ അനിർവചനീയമായ വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ സദസ് സമുദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين، أما بعد. شهر رمضان الذي أنزل فيه القرآن إلى آخر الآية. صدق الله مولانا العلي العظيم. صدق وبلغ رسوله النبي الكريم. نحن على ذلك من الشاهدين والشاكرين، والحمد لله رب العالمين. رمضان سوق قام صوما فضل ربح فيه من ربح وخسر فيه من خسر، أو كما قال رسول الله.
من جاء يشكو إلى مدى ذنوبه فليأت في رمضان باب طبيبه فيفوز من عرف الصيام بطيبه أوليس قال الله في ترغيبه الصوم لي وأنا الذي أجزي به إذا شئت أمضحه حياة طويلة وتغنوا في الدنيا أبانوا في الأخرى فصلي على خير الأنام محمد يصلي عليك الله عن مرة عشرا يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي لم دائما أبدا على حبيبك خير الخلق كلهم ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ യോഗാധ്യക്ഷ അർദ്ധഗർഭമായ വാക്കുകൾ കൊണ്ട് ഈ സദസ്സിന് ആമുഖ ഭാഷണം നടത്തിയ ഒട്ടപ്പാറ ജുമാ മസ്ജിദിന്റെ ആദരണീയനായ ചീഫ് ഇമാം ബഹു മുജീബുർ റഹ്മാൻ ഫാറൂഖി അദ്ദാഇ ഉസ്താദ് അവറുകൾ കുറഞ്ഞ വാക്കുകളിൽ ഒരുപാട് ആശയങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തെളിച്ചു തന്നു. ഒരാത്മീയമായ ലോകത്തിലേക്ക് നമ്മുടെ മനസ്സുകളെ ഒന്ന് പ്രയാണം നടത്തി. ഈ സദസ്സിന്റെ അനുഗ്രഹീതനായ ഉദ്ഘാടനം അക്ഷര കേരളത്തിന്റെ മദ്രസ പ്രസ്ഥാനത്തിന്റെ അനുഗ്രഹീതനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാരേറ്റ് മുസ്ലിം ജമാഅത്തിന്റെ ആദരണീയനായ ചീഫ് ഇമാം എഴുത്തുകാരനുമൊക്കെയായ എപ്പോഴും യാത്രകളിൽ എന്റെ ഇടവും ബലവും ഒക്കെ എന്നോടൊപ്പം സഞ്ചരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് കൂട്ടുകാരൻ കടുവയിലെയും ഇർഷാദ് വഖവി ഉസ്താദ് അവറുകൾ, മറ്റ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ഒരുപാട് ഉലമാക്കൾ, സഹോദരങ്ങൾ, നാട്ടുകാർ, സഹോദരിമാർ, കൂടപ്പിറപ്പ് പോലെ അസീസിയാന്റെ ഓരത്ത് വരുന്ന പ്രിയപ്പെട്ടവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്കൊക്കെയും വലിയ തൗഫീഖ് അല്ലാഹു പരിശുദ്ധ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് മഹാത്ഭുതം കൊണ്ട് തന്നെ അനുഗ്രഹിക്കട്ടെ. ഈ ബറക്കത്തി സയ്യിദനാ വ ഹബീബുനാ തഹ റസൂലുള്ളാഹി. പ്രിയമുള്ളവരെ, എല്ലാ വർഷത്തെയും പോലെ അസീസിയാന്റെ ഓരത്ത് പരിശുദ്ധമായ റമളാൻ മാസം 11 മാസക്കാലം ദുനിയാവിന്റെ തിമിർപ്പിലും രസങ്ങളിലുമൊക്കെ എല്ലാം ഹലാലായി കണ്ട് ഒരു നിയന്ത്രണമില്ലാതെ ജീവിച്ചിരുന്ന നമുക്ക് ഒരു മാസക്കാലം ആ പാപങ്ങൾ പൊറിപ്പിച്ചെടുക്കുവാനും അള്ളാഹുവിന്റെ അത്ഭുതമായ സ്വർഗത്തിൽ ഒരു ഇടം നേടുവാനും പടച്ച തമ്പുരാൻ തന്ന ഒരു സുവർണാവസരമായ പരിശുദ്ധമായ റമളാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മനുഷ്യനെ പടച്ചു വെക്കുമ്പോൾ, അള്ളാഹുവിന് അവന്റെ മനുഷ്യന് നരകവും സ്വർഗവും പരിചയപ്പെടുത്തുമ്പോൾ, മനുഷ്യന് നരകത്തിലിട്ട് കരിക്കാൻ അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. നമ്മളെ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ കടത്താനാണ് അള്ളാഹുവിന് ഇഷ്ടം. അതിനു വേണ്ടുന്ന വഴികളൊക്കെ അള്ളാഹു നമുക്ക് തുറന്നു വരും. അതിന്റെ ഭാഗമാണ് പരിശുദ്ധമായ റമളാൻ. ഒരു സുന്നത്ത് ചെയ്താൽ ഫർദിന്റെ പ്രതിഫലം അള്ളാഹു തരും.
ഒരു ഫർദ് ചെയ്താൽ 70,000 തോതനുസരിച്ച് കൊണ്ട് അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. അത്രയും അത്ഭുതകരമായ ഒരു മാസം അള്ളാഹു നമുക്ക് തന്നത് ആ അള്ളാഹു തമ്പുരാനെ തിരിച്ചറിയാൻ. ഉസ്താദുമാരൊക്കെ നിങ്ങളോ തരുന്ന ഹസൻ ഉസ്താദും ഹമീദ് ഉസ്താദും കൊണ്ട് വരും. ഹുസൈൻ സാർ നിങ്ങളെ പേരെന്നറിഞ്ഞു വരി അള്ളാഹു സ്വീകരിക്കട്ടെ. അളിയെ 2 പ്രാവശ്യം വിളിച്ചാൽ എനിക്ക് ഇല്ലോ പഠിപ്പിക്കാൻ നിങ്ങളൊക്കെ അവിടെ പോയിരുന്നവർ എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹു ബറക്കത്ത് ചെയ്യും. ഇരിക്കുന്ന ആളിക്കല്ലേ. അപ്പോ പരിശുദ്ധമായ റമദാൻ അള്ളാഹു നമുക്ക് തന്നത് അറിഞ്ഞും അറിയാതെയും വന്നു പോകുന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു തമ്പുരാന്റെ മുന്നിൽ സമ്മതിച്ച് പൊറുക്കൽ തേടി ഇങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ മാസം തന്നത്. വെറുതെ പട്ടിണി കിടന്നിട്ട് ഇല്ലാതാക്കാനല്ല. പ്രിയപ്പെട്ട ഇർഷാദ് ഉസ്താദ് ഇവിടെ പറഞ്ഞു, അല്ലാഹ് ആ റബ്ബിനെ ഹൃദയത്തിലേറ്റാലും തിരിച്ചറിയുവാനും വിശ്വസിക്കുവാനുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത്. അല്ലാഹ് എന്ന തിരിച്ചറിവ് നമുക്കറിയാം. ഈമാൻ കാര്യങ്ങൾ 5 അല്ലേ അല്ലേ 6 പറയണം, 7 പറയണം. അത് ശരിക്കും 6 തൽക്കാലം ഞാൻ ഉറപ്പിക്കല്ലേ. അപ്പൊ ഈമാൻ കാര്യങ്ങൾ 6 അങ്ങനല്ലേ ആണ്. അപ്പൊ ഈമാൻ കാര്യങ്ങൾ 6. ഒന്ന് അന്തുമിന ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കലാണ്. പിന്നെ അല്ലാഹുവിന്റെ മുർസലീങ്ങള്, കിതാബുകള് അല്ലേ, പിന്നെ അന്ത്യദിനം, പിന്നെ ഖൈറും ശർറുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൽ നിന്നുമാണ് എന്ന് വിശ്വസിക്കണം. അപ്പോഴാണ് ഒരു വിശ്വാസിയാണ്. നമുക്ക് നല്ലത് വരുമ്പോഴെല്ലാം അല്ലാഹുവിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു, ഞാൻ ദുആ ചെയ്തു അല്ലാഹു സ്വീകരിച്ചു എന്ന് എന്ത് ഇമ്പത്തോടാ നമ്മൾ പറയാം. അതേസമയം നമുക്ക് വിഷമം വരുമ്പോ, രോഗം വരുമ്പോ, ബുദ്ധിമുട്ട് വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ നമ്മൾ അറിയാതെ പടച്ച തമ്പുരാനെ പഠിച്ചു, ഓ ഞാൻ ഇപ്പൊ നിസ്കരിച്ചിട്ടുണ്ടാ, ഞാൻ ഇപ്പൊ ദുആ ചെയ്തിട്ടുണ്ടാ എന്ന് പറയുന്നിടത്താണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ബലഹീനതയുള്ളത്. അറിയാലോ, അല്ലാഹു തമ്പുരാൻ 1,24,000 പ്രവാചകന്മാരെ ദുനിയാവിലേക്ക് അയക്കുമ്പോ ലോകമടക്കിവാൻ ഒരു പ്രവാചകനുണ്ടായിരുന്നു, മഹാനായ സയ്യിദുനാ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. അല്ലേ, ക്രൈസ്തവരൊക്കെ സോളമൻ എന്നറിയ സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും ലോകമടക്കി വാങ്ങുന്ന 3 ചക്രവർത്തിമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചക്രവർത്തിയാ മഹാനായ സയ്യിദുനാ നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. നമ്മളെല്ലാവരും ഈമാൻ കാര്യങ്ങളെല്ലാം ഉഷാറായി വിശ്വസിച്ചവരാണ്. പക്ഷേ ചിലപ്പോഴെങ്കിലും നമ്മുടെ മനസ്സുകൾ താളം തെറ്റാറുണ്ട്, പതറിപ്പോകാറുണ്ട്. അങ്ങനെ പതറിയാൽ അവന്റെ ഈമാൻ എത്രയോ ബലഹീനമോ, അവൻ രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ബാക്കിയുള്ളവന്റെ വീട്ടിലെ കാര്യം വരുമ്പോഴത്തേക്ക് വലിയ ദീൻ പറയാൻ നമ്മൾ ഉഷാറാ. അവന്റെ മോളെ കല്യാണത്തിന്റെ വീഡിയോ പിടിച്ച് മഞ്ഞ കല്യാണം പറയാൻ നമ്മൾ ഉഷാറാ. പക്ഷെ നമ്മളെ വീട്ടിലെ കല്യാണം വരുമ്പോ വീഡിയോ നമ്മളെ മക്കളെടുത്താ പറയും, പിള്ളേര് പറഞ്ഞാൽ കേൾക്കേണ്ട എന്ത് ചെയ്യാൻ പറ്റും. നമ്മളെ സ്വഭാവം അല്ലെ അങ്ങനെ. സ്വന്തം കാര്യത്തിൽ വരുമ്പോഴെല്ലാം പ്രശ്നമാണ്, ബാക്കിയുള്ളവരെ കാര്യത്തിൽ വരുമ്പോ അത് ഇത്ര കാണാൻ സുഖമില്ല, വലിയ അഭിപ്രായം പറയുന്ന പറയാറ്. എന്തുണ്ടാ? വിശ്വാസം ഇല്ലാത്തത്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ജിന്നുകളുടെയും ജിന്നുകളെയും ലോകത്തിന്റെ സർവ്വ സരാചരങ്ങളെയും ജീവികളെയും ഉറുമ്പിനെയും ഒക്കെ അടക്കി ഭരിച്ച മഹാനായ പ്രവാചകൻ നബിയുല്ലാഹി സുലൈമാൻ. അല്ലാഹു തമ്പുരാൻ ദുനിയാവ് ഒന്നടങ്കം പേരിൽ കാറ്റിനെ പോലും അല്ലാഹു വഴിപ്പെടുത്തി കൊടുത്തി അത്ഭുതമായ സുലൈമാൻ നബി അലൈഹിസ്സലാം. അവിടുത്തെ രാജാവിന്റെ ദർബാർ ഇങ്ങനെ കൂടാറുണ്ട് മാസത്തിലൊരിക്കലും. ആ ദർബാർ ഇങ്ങനെ കൂടുമ്പോ ലോകത്തിന്റെ സർവ്വചരാചരങ്ങളും ജീവികളും പക്ഷികളും മൃഗങ്ങളും ഒക്കെ അവിടെ ഒരുമിച്ച് കൂടാറുണ്ട്. അങ്ങനെ ഒരുമിച്ച് കൂടി ഇരിക്കുന്ന ഒരു സദസ്സിലാണ് മഹാനായ നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഈമാൻ കാര്യങ്ങളെ കുറിച്ച് പറയാൻ ഇങ്ങനെ തുടങ്ങുന്നു.
അല്ലാഹു തമ്പുരാനെ കൊണ്ട് വിശ്വസിക്കണം, പ്രവാചകരെ കൊണ്ട് വിശ്വസിക്കണം, അവന്റെ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കണം, അവന്റേതായ അന്ത്യദിനം കൊണ്ട് വിശ്വസിക്കണം. അതുപോലെ നന്മയും തിന്മയുമായ ഖൈറും ശർറുമായ സർവകാര്യങ്ങളും അതല്ലാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കണം. ഇതിങ്ങ് പറയുമ്പോഴാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദർബാറിൽ അതാ ഒരു ആനറാഞ്ചി പക്ഷി ഉണ്ടായിരുന്നു. ആനറാഞ്ചി പക്ഷി ഉണ്ടായിരുന്നു. ആ പക്ഷി എന്ന് പറഞ്ഞാൽ വലിയ ഭീമാകാരനായ കഴുകനാട്. ഒരു വീട് പോലും ഒരു പോത്തിനെ പോലും നിസാരമായി തന്റെ കൈക്കുമ്പിളിലേക്ക് എന്റെ കാലുകൊണ്ട് കൊത്തിപ്പറന്നു പോകാൻ കഴിവുള്ള ഭീമാകാരനായ ഒരു ജീവിയായിരുന്നു ആനറാഞ്ചി പക്ഷി. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഓരത്തിരുന്നു കൊണ്ട് ആ പക്ഷി പറയാ, കൂടെയുള്ള ജീവികളോട് പറയാ. എന്നിട്ട് സുലൈമാൻ നബി വിളിച്ചു, നബിയേ, അവിടുന്ന് പറയുന്നത് ഞാൻ കേട്ടു, എല്ലാം ശരിയാണ് നബിയേ. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന കാര്യങ്ങളെല്ലാം ശരി തന്നെയാ. പക്ഷേ അവസാനത്തിന്റെ ഒരു കാര്യം എനിക്ക് എത്ര അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല നബിയേ. അവസാനത്തെ ഒരു കാര്യം മാത്രം എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല നബിയേ. ആനരാജ്യ പക്ഷി സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഖത്ത് നോക്കിയിട്ട് പ്രൊഫസറിൽ വെച്ച് പറയാ, അങ്ങനെ അധികാരമുള്ളവരെപ്പോഴും അവർക്ക് ആരാണ് ബഹുമാനമുള്ളവരാണോ അങ്ങനെ എങ്ങനെയൊന്നുള്ള ഒരു ചിന്തയില്ല. അവരെ മുഖത്തോക്കി അടിച്ചു കൊടുക്കും. അതെന്തുകൊണ്ടാണ്? ഈമാനിന്റെ കുറവ് കൊണ്ടാണ്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരാം. അപ്പോ മഹാനായ സുലൈമാൻ നബിയോട് പറയാ, നബിയേ, എല്ലാം കൊള്ളാം, പക്ഷേ ഒരാള് നന്മ ചെയ്യുന്നു, അള്ളാഹു തോന്നിപ്പിച്ചതാകാം. പക്ഷെ തിന്മ ചെയ്യുമ്പോ അതെങ്ങനെയാ ഒരു ദൈവം അവന് തോന്നിപ്പിക്കുക? തിന്മ ചെയ്യുമ്പോ അത് അവന്റെ സ്വഭാവമല്ലേ, അവന്റെ തോന്നിവാസമല്ലേ? അതെങ്ങനെയാ ദൈവം അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് സുലൈമാൻ നബിയോട് പറയാ. സുലൈമാൻ നബിക്ക് ദേഷ്യം വന്നു. നിനക്ക് വിശ്വാസമായില്ല? നിനക്ക് വിശ്വാസമായില്ല? ഇല്ല, എനിക്ക് വിശ്വാസമായില്ല. സദസ്സിൽ എല്ലാവരും അമ്പരന്നിരിക്കുക. കാരണം ഒരു പ്രവാചകനോട് കയർക്കുന്ന അഹങ്കാരിയായ ആനറാഞ്ചി പക്ഷിയുടെ സ്വഭാവം ഓർത്തിട്ട് എല്ലാവരും വല്ലാതെ അവനെങ്ങനെ കുത്താക്കുന്നു. എന്താണോ കാട്ടുന്നത്? സുലൈമാൻ നബിയോടാണോ അവന്റെ കടി? ഇങ്ങനെയൊക്കെ ചോദിച്ച് അവസാനം അവൻ എനിക്ക് പറഞ്ഞു, നബിയേ, ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ ആ പറഞ്ഞതിന് എനിക്ക് വിശ്വാസമില്ല നബിയേ. അപ്പോഴാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകത്വം ലഭിച്ച മഹാനായ നബിയുള്ളാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ആനറാഞ്ചി പക്ഷിയോട് പറയുകയാണ്, പക്ഷി, അതാ ഈ ലോകത്തിന്റെ മശരിക്കിൽ നിന്നുള്ളതായ ഒരു ചെറുപ്പക്കാരൻ, അതേ മഗ്രിബിലുള്ളതായ ഒരു കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിന്റെ രാജ്ഞിക്കതാ ഒരു കുഞ്ഞു പിറക്കാൻ പോവുകയാണ്. മഗ്രിബിലുള്ളതായ കൊട്ടാരത്തിലെ രാജ്ഞിക്കതാ ഒരു കുഞ്ഞു പിറക്കാൻ പോവുകയാ. പക്ഷേ ആ കുഞ്ഞിന് ഇങ്ങേയറ്റത്തതാ മഗ്രിബിലുള്ള മശ്രിക്കിലുള്ള കൊട്ടാരത്തിന്റെ രാജകുമാരനിൽ അവിഹിത ബന്ധത്തിൽ ഗർഭം ധരിക്കുമാ പെണ്ണ്. ഇത് അല്ലാഹു തമ്പുരാന്റെ ദൈവത്തിന്റെ തീരുമാനമാ. ഒരു മനുഷ്യനെന്നല്ല ഭൂമി ലോകത്തിന്റെ ഒരു പടപ്പുകൾക്കും അത് തടക്കാൻ കഴിയില്ലല്ലോ. ആനരാജ്യ പക്ഷിയോട് വെല്ലുവിളിയുടെ സ്വരത്തിലാ മഹാനായ സയ്യിദുനാ നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാം പറയുന്നത്. സുലൈമാൻ നബി പറഞ്ഞ വെല്ലുവിളിയുടെ സ്വരത്തിലാ പറഞ്ഞേ, അല്ലാഹു തീരുമാനിച്ചു കഴിഞ്ഞു. ഇപ്പോഴിതാ അല്ലാഹുവിന്റെ മലക്കായ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നെ വന്ന് അറിയിച്ചതാണ്. അല്ലാഹുവിന്റെ തീരുമാനം നടക്കാൻ പോവുകയാ. ഈ ആനറാഞ്ചി പക്ഷിയുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത അഹങ്കാരം വരികയാണ്. അങ്ങനെയാണ് ചിലയിടത്ത് നമ്മൾ തോറ്റു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയും ഇല്ലാതാക്കാനുള്ള കുതന്ത്രങ്ങളാ നമ്മൾ ചെയ്യുക. അത് വീട്ടിലായാലും നാട്ടിലായാലും രാജ്യത്തിലായാലും അങ്ങനെ ഉണ്ടാവുക. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. ഒരു നല്ലതിനെ തകർക്കാനാ എല്ലാവർക്കും വലിയ ഇഷ്ടമുണ്ടാവുക. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഈ ആനറാഞ്ചി പക്ഷി സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ
വസ്സലാമിന്റെ ദർബാർ കഴിയുമ്പോ ആ ദർബാറിയുന്നതാ പക്ഷി പാറി പറക്കുകയോ ഭൂമിയുടെ അങ്ങേ തലക്കിലുള്ളതായ മഗ്രിബിന്റെ ലോകത്തിലോട്ട് സഞ്ചരിക്കുകയാണ്. ആ മഗ്രിബ് നാട്ടിന്റെ കൊട്ടാരത്തിന്റെ മുകളിലുള്ള ആ ഓടുകാറ്റ് ഇടയിലുള്ള വായു കയറാനുള്ള അതേ ദുർഗന്ധമുള്ള വായു പുറത്തു പോകാനുള്ള പഴയ കൊട്ടാരങ്ങളിലുള്ള ആ ഹോളിന്റെ അടുത്ത് പോയി ഇങ്ങനെ ഒരു പ്രതിമയെ പോലെ കാത്തിരിക്കുകയാണ്. അനരാജ്യ പക്ഷി കാത്തിരുന്ന് പാതിരാത്രിയാകുമ്പോ സുബ്ഹാനല്ലാഹ് ആ വീട്ടിലതാ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു ആ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോ ആളറാജി പക്ഷി മനസ്സിൽ ഇങ്ങനെ കരുതുകയാ അതേ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് എന്തായാലും സംഭവിക്കുമെന്ന് ഉറപ്പാ. ഈമാനിന്റെ ചെറിയൊരു കോലുണ്ട് നമ്മളെയൊക്കെ പോലെ, മനസ്സിലായില്ല? ഈമാനിന്റെ കോലുണ്ട്. കാരണം സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞോ അത് നടക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഈമാനുണ്ട്, പക്ഷെ എങ്കിലും അങ്ങോട്ട് ഉറക്കണില്ല. ആട്ടുക അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പക്ഷിയോടെ കാത്തിരുന്നു. പാതിരാത്രിയായി കുഞ്ഞിനെയൊക്കെ എടുത്ത് സുന്ദരമായി വൃത്തിയാക്കിക്കൊണ്ട് കിടത്തിയിട്ട് തള്ള ഉറങ്ങണ സമയത്ത് ജനാലയിലൂടെ പറന്നകത്ത് കയറിയ ആനറാഞ്ച് പക്ഷി ആ കുഞ്ഞിനെയും തന്റെ കാൽക്കൽ കൊത്തിയെടുത്തുകൊണ്ട് അത് പറന്നുപോയി. മശ്രിക്കിന്റെ ലോകത്തുനിന്ന് ഉദയാസ്തമനങ്ങൾ നമ്മൾ നോക്കണം. ഭൂമിയുടെ ഈ അറ്റവും ആ അറ്റവും ആ വ്യത്യാസമുണ്ട്. ലോകം മുഴുവനും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൈക്കുമ്പിളില്ല അധികാരം. ആ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ചില നാട്ടുപ്രദേശങ്ങൾ മാത്രമാണ് സുലൈമാൻ നബിക്ക് അധീനതയിൽ വരാത്തതുള്ളത്. സുലൈമാൻ നബി ശ്രമിക്കാത്തോണ്ടാ. അങ്ങനെ ഈ കുഞ്ഞുമായി പക്ഷി കൊത്തിപ്പറന്നിട്ട് ഒരേ നേരം ഇങ്ങനെ പറന്നു കടിക്കുമ്പോ ഭൂമിയുടെ ഒരു കടലിന്റെ ഓരത്തുള്ള ഒരു ദ്വീപിൽ ഒരുപാട് വൃക്ഷങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ ഒരു ഭാഗത്ത് കൊണ്ടുപോയി ഈ കുഞ്ഞിനെയും ഒരു മരത്തിന്റെ പൊത്തിൽ കൊണ്ടുപോയി താമസിപ്പിക്കുകയാണ് ഈ കഴുകൻ. ഈ ആനറാഞ്ചി പക്ഷി ആ കുഞ്ഞിനെയും കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചു. തൊട്ടടുത്തുള്ള കാട്ടിന്റെ വൃക്ഷങ്ങളിൽ നിന്നും നല്ല പഴങ്ങൾ കൊത്തിയെടുത്ത് ചവച്ച ചാറാക്കി ആ ചാറ് ഈ കുഞ്ഞിന് കൊടുത്തുകൊണ്ട് കുഞ്ഞിനെ വളർത്തിയെടുക്കുകയാണ്. മാസങ്ങൾ പലത് കഴിഞ്ഞു. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത് ആ കുഞ്ഞിന് ജനിച്ചാൽ 16 വർഷങ്ങൾ തികയുമ്പോ അല്ലാഹുവിന്റെ അചഞ്ചലമായ വിധി അവിടെ സംഭവിക്കാൻ പോവുകയാണെന്നാണ്. സുബ്ഹാന ജല്ല ജലാലു. ഈ പക്ഷി ഒറ്റയ്ക്ക് ഈ പെണ്ണിനെ വളർത്തിയെടുത്തു. ഈ ആ കുഞ്ഞിന് മനുഷ്യനെ വേറെ ഒരാളെയും ആ കുഞ്ഞ് കണ്ടിട്ടില്ല. ആകപ്പാട് അതിന്റെ അമ്മയായാലും എന്തായാലും കണ്ടത് ഈ ആനറാഞ്ചി പക്ഷിയെ മാത്രമോ. ആ മരത്തിന്റെ പൊത്തിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വൃക്ഷങ്ങളുടെ തിളിരി ഇലകൾ കൊത്തിപ്പറച്ച് നൂല് പോലെയാക്കി അതിനെ കൊണ്ട് നല്ല പട്ടുമെത്ത പോലെ ഉണ്ടാക്കി ഏറ്റവും നല്ല ലക്ഷൂറിയസ് ആയ ജീവിതം കൊടുത്തുകൊണ്ട് ആ പെണ്ണിനെ വളർത്താൻ തുടങ്ങി. പെണ്ണ് വളർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വർഷങ്ങൾ ഇങ്ങനെ കൊടിഞ്ഞു പോകുമ്പോഴാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദർബാർ മാസം കൂടാറുണ്ട്. ആ കൂടുമ്പോഴെല്ലാം ആനറാഞ്ചി പക്ഷി കടന്നു വരാറുണ്ട്. അപ്പോഴെല്ലാം സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുമത്രേ, ഓ ആനറാഞ്ചി പക്ഷി, ഞാൻ പറഞ്ഞ ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തെ കാര്യം എനിക്ക് വിശ്വാസമായോ? ആ പക്ഷി പറയും, ഇല്ല നബിയേ. സുലൈമാൻ നബി അലൈഹിസ്സലാം ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നുവെന്ന് പുഞ്ചിരിച്ചെന്ന് കളയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദർബാറിലോ ഒരു ചർച്ച വരികയാ. സുലൈമാൻ നബി ലോകമെമ്പാടും അവിടെ നടക്കിപ്പറിക്കുമ്പോ ചില പ്രദേശങ്ങൾ അതാ മുസ്ലിമാകുന്നില്ല, ഇസ്ലാം മതം സ്വീകരിക്കുന്നില്ല, അങ്ങയുടെ അധീനതയിൽ വരുന്നില്ല. അപ്പോഴാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ നാട്ടുരാജ്യങ്ങൾക്കെല്ലാം ഒന്ന് കത്തെഴുതി, ഈ കത്ത് കിട്ടുമ്പോ നിങ്ങളുടെ രാജ്യത്തിന്റെ അധികാരം നിർത്തിവെച്ചിട്ട് സുലൈമാൻ ചക്രവർത്തിയുടെ കീഴിൽ ഒതുങ്ങിക്കൊള്ളണമെന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഇങ്ങേയറ്റമുള്ള മശ്രിക്കിലെ ആ രാജകൊട്ടാരത്തിന്റെ ആള് തിരിച്ചതാ സുലൈമാൻ നബിക്ക് കത്തെഴുതുകയാ. ഇതെന്റെ രാജദർബാറായി, എന്റെ
കൊട്ടാരമായ എന്റെ അധികാരം തട്ടിപ്പറിക്ക. ഓ സുലൈമാനെ, നിനക്കെന്ത് അധികാരമാണ്? നീ വേണമെങ്കിൽ നിന്നോട് യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറാ. ആ നാട്ടുരാജ്യത്തിന്റെ രാജാവ് അഹങ്കാരത്തോട് വെല്ലുവിളിക്കുമ്പോഴാ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പട്ടാളക്കാരുമായി യാത്ര ചെയ്തിട്ട് ആ രാജ്യത്തിനോട് യുദ്ധം ചെയ്തിട്ട് ആ രാജ്യത്തിന്റെ പിതാവിനെയും മകനെയും അതേ കീഴടക്കുകയാണ്. ആ രാജ്യത്തിന്റെ അധികാരം ഏറ്റെടുക്കുകയാണ്. പിതാവിനെ തടങ്കലാക്കുകയാണ്. പക്ഷേ ആ രാജാവിന്റെ രാജകുമാരൻ നല്ലൊരു പുത്രനായിരുന്നു. നല്ല മനസ്സാക്ഷിയുള്ള ആളുകളെ സ്നേഹിക്കാൻ കഴിയുന്ന ആ മനുഷ്യനതാ ഒരു വേള സുലൈമാൻ നബി അലൈഹിസ്സലാം ഓരത്ത് കടന്നു കണ്ടുകൊണ്ട് നബിയേ, അങ്ങയോടൊത്തൊന്ന് ജീവിക്കാൻ ഇസ്ലാം പുൽകാൻ എനിക്ക് കൊതിയുണ്ട് നബിയേ. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് മുസാഫഹത്ത് ചെയ്ത് ബൈഅത്ത് ചെയ്തിട്ട് നല്ലവനായി മാറുമ്പോഴാ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ രാജകുമാരന്റെ പിതാവിന്റേതായ രാജ്യം ഈ രാജകുമാരന് കൊടുത്തിട്ട് ഇവിടുത്തെ രാജാവാക്കി മാടിക്കുകയാണ്. പിതാവിൽ നിന്നും പിടിച്ചെടുത്ത രാജ്യം മകനായി കൊടുക്കുകയാണ്. നല്ലതുപോലെ ഭരണം നടത്തണം ചെയ്യൂ എന്ന് പറഞ്ഞേൽപ്പിച്ചുകൊണ്ട് കടന്നു പോകുമ്പോ ഈ രാജകുമാരൻ ചുരുക്കി ഞാനൊന്ന് ഓടിച്ചു പറയാൻ ഇടയ്ക്ക് ഒരുപാട് സംഭവവികാസങ്ങളുണ്ട്, ഒരുപാട് ഗുണപാഠങ്ങളുണ്ടിരിക്കട്ടെ. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമെ ഭരണമേൽപ്പിക്കുമ്പോ ഈ രാജകുമാരൻ അതാ അവിടെ രാജ്യം ഭരിക്കുന്ന സമയത്ത് അയാൾക്ക് ചെറിയൊരു ആശയുണ്ടായിരുന്നു. പലർക്കും അങ്ങനെ നമ്മുടെ ബഹുമാനപ്പെട്ട മോഡി സാഹിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കേട്ടോ,